അപ്പം പെട്ടെന്നൊരു 3-4 ബൈക്കിൽ പിള്ളേർ വന്ന് ഞങ്ങളെ വളഞ്ഞ് ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചു. ഞാൻ സ്ഥാനാർത്ഥിയായി പ്രശ്നമൊക്കെ നിൽക്കുന്ന മധ്യത്തിൽ പത്രക്കാർ ലീഡറോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രശേഖരൻ ജയിക്കുമെന്ന്. ലീഡറാണ് ചന്ദ്രശേഖരൻ, ലീഡർ എന്നത് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രശേഖരൻ പാട്ടുപാടി ജയിക്കുമെന്ന്. പാട്ടുപാടി ജയിക്കുന്ന മനോരമയിൽ അന്നത്തെ ഒരു എന്നെ തൊട്ടിൽ ഒരു കൊച്ചു കിടക്കുകയാണ്. അത് തൊട്ടുകൾ കണ്ട് ചന്ദ്രശേഖരൻ പാട്ടുപാടി ജയിക്കുന്നുണ്ട്. തൊട്ടിൽ വലിയൊരു പബ്ലിസിറ്റി കിട്ടി. ചന്ദ്രശേഖരൻ ആരെ എന്നുള്ളത് ഒരു സംസാര വിഷയമായില്ലേ. ഇപ്പോൾ പോലും സംസാര വിഷയമുണ്ട്. ഇപ്പം നമ്മൾ കാണുമ്പോഴും പഴയ ചരിത്രം പറഞ്ഞ് നമ്മുടെ ഇത് ചെയ്യുന്നത്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളം വളരെയധികം ശ്രദ്ധിച്ച ഒരു സംഭവമായിരുന്നു. താങ്കൾ ഉൾപ്പെടെ 3 മണ്ഡലങ്ങളിൽ കരുണാകരൻ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച ഒരു തീരുമാനം. അത് വളരെയധികം ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു. കാരണം അന്ന് UDF ഏറെക്കുറെ സ്ഥാനാർത്ഥികളെ ഈ 3 മണ്ഡലങ്ങളിലും നിശ്ചയിച്ചു. ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തിട്ട് അതിൽ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞ ആദ്യത്തെ സംഭവമാണ്. അപ്പൊ അവര് എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ചയോളം പ്രചരണവും നടത്തിയിട്ടുണ്ട്. അപ്പൊ വടക്കേക്കരയിലാണെങ്കിൽ അന്ന് KP ധനപാലൻ, അദ്ദേഹമായിരുന്നു UDF കാൻഡിഡേറ്റ്. അദ്ദേഹത്തെ മാറ്റിയതിനു ശേഷമാണ് താങ്കളെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് UDF പിന്നീട് പ്രഖ്യാപിക്കുന്നത്. ഈ സാഹചര്യത്തില് താങ്കൾക്ക് വിജയ പ്രതീക്ഷ എത്രത്തോളമായിരുന്നു? സത്യം പറഞ്ഞാൽ നിങ്ങൾ ജയം തോൽവി എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കാത്തൊരു പ്രവർത്തനമായിരുന്നു. പക്ഷെ ശരിക്കും അതിനെപ്പറ്റി പറയണമെങ്കിൽ ഈ 2001 മാത്രം പറഞ്ഞാൽ പോരാ. ശരിക്ക് കരുണാകരൻ ഇവിടെ മത്സരിച്ചില്ലേ എന്നാണ് മുകുന്ദപുരത്ത് ലീഡർ മത്സരിക്കുക. അപ്പം ഞാൻ DC സെക്രട്ടറിയാണ്. അപ്പോൾ എനിക്ക് ലീഡർ ഈ വടക്കേക്കരയുടെ ചാർജ് തന്നു ഇലക്ഷൻ്റെ. ഇവിടെ വാസ്തു ധനപാലനും അജയ് ഒക്കെ അന്ന് DC സെക്രട്ടറിമാരാണെങ്കിലും ഈ ഇലക്ഷൻ ചാർജ് വടക്കേക്കര തരുന്നത് ലീഡറാണ്. അപ്പം ലീഡർ എനിക്ക് ആ ചാർജ് തന്നു. അന്നത്തെ വടക്കേക്കരയുടെ സാഹചര്യം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഞാനിവിടെ വന്ന് ഓഫീസിൻ്റെ അടുത്തൊരു വീട് അന്ന് എടുത്ത് അവിടെ താമസമായി. ആ ഇലക്ഷൻ ടൈം മുഴുവൻ അവിടെ താമസം ഇലക്ഷൻ പ്രവർത്തനം നടത്താം. അപ്പോൾ ആ ഇലക്ഷൻ പ്രവർത്തനം നടത്തി ഇപ്പോൾ എല്ലാ മണ്ഡലം ചേർന്ന് ഈ വഴക്കുകൾ തീർത്തു, ഇതൊക്കെ ചെയ്തു. അങ്ങനെ ഇതൊക്കെ അത് എനിക്ക് വളരെ അത് ഓരോ വീടുകൾ കയറി രാപകൽ രാത്രി വളരെ വൈകുന്നേരം വീട് കയറി നേതാക്കന്മാരെ കണ്ടിട്ട് ഈ സ്പ്ലിറ്റുകൾ അവസാനിപ്പിക്കുക എന്ന വളരെ ശ്രമകരമായ കാര്യമായിരുന്നു. അതെനിക്ക് വഴങ്ങിയേ ചെയ്യാൻ കഴിയും. അങ്ങനെ ഇത് ചെയ്തു. അപ്പോൾ ഇവിടെ ശരാശരി നിസ്സാര വോട്ടിനാണ് ഇവിടെ തോൽക്കുന്നത്. അപ്പോൾ അത് തോൽക്കുന്ന വോട്ടുകൾ ഇപ്പോൾ അതായത് ഒരു 300-400 വോട്ടുകളാണ് ഷാനവാസ് പരാജയപ്പെടുന്നത്. അപ്പോൾ ആ 300-400 വോട്ടുകൾ എങ്ങനെ പിടിക്കും എന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. അപ്പം ഞങ്ങൾ സ്ക്വാഡ് വർക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മനസ്സിലാക്കി ഓരോ വാർഡുകളും സ്ഥലത്തില്ലാത്ത ആളുകൾ 8-10 മുതൽ ചിലയിടത്ത് 10-60, ചില സ്ഥലങ്ങളിൽ 150 ആളുകൾക്ക് വരുന്ന വാർഡുകളുണ്ട്. അപ്പം ഈ വോട്ടുകൾ പരമാവധി ചെയ്യിച്ച അപ്പം ഈ സ്ഥലത്തില്ലാത്ത വോട്ടുകളെ കൊണ്ടുവന്ന് ശരിക്കും കൊണ്ടുവന്ന നമുക്കിതിനെ കവർ ചെയ്യാൻ കഴിയും എന്നൊരു ഇത് ഞാൻ ലീഡറുടെ അടുത്ത് അവതരിപ്പിച്ചു. അപ്പോൾ അങ്ങനെ അതൊക്കെ മാനേജ് ചെയ്യാനുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ടായി. അങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ ഇത് കഴിഞ്ഞു. അപ്പോൾ അന്ന് ചാലക്കുടിയിലാണ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ്. അപ്പോൾ ചാലക്കുടിയിൽ ഞങ്ങളുടെ ലീഡർക്ക് ഒരു വീടെടുത്ത് അവിടെ താമസം. അപ്പോൾ പത്മജിയാണ് ഇലക്ഷൻ കാര്യങ്ങൾക്ക് അന്വേഷിക്കാനും ലീഡർ കാര്യം അന്വേഷിക്കാനുണ്ട്. അപ്പോൾ അവിടെ ബെന്നി ബെഹനാണ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നിയോജകമണ്ഡലം ചെയർമാൻ. അപ്പോൾ അന്ന് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ലീഡർ KV തോമസ്, ബെന്നി ബെഹനൻ, ഞാൻ, പത്മജ, ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് TV-യിൽ ഇത് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ജയം വരുന്നത് UDF-ന് അനുകൂലമാണ്. അപ്പോൾ വടക്കേക്കരയിൽ റിസൾട്ട് വരുന്നില്ല. അപ്പോൾ വടക്കേക്കരയിൽ എന്താ വരാത്ത എന്ന് ലീഡർ ചോദിക്കാം. അപ്പം അങ്ങനെ വരുമ്പോഴത്തെ വടക്കേക്കര ലീഡ് ചെയ്യുന്നു എന്നൊരു പ്രശ്നം ചോദിച്ചു. അപ്പം അങ്ങനെ ഇത് ചെയ്ത് അത് കഴിഞ്ഞ് ഇത് വന്നപ്പോൾ 5000-6000 വോട്ടിനും മറ്റും വന്ന് ലീഡർ വടക്കേക്കര ലീഡ് ചെയ്തു.
റിസൾട്ട് അറിഞ്ഞപ്പോൾ. അപ്പം അവിടെ വെച്ച് ലീഡർ പറഞ്ഞു, തോമസ്, ചന്ദ്രശേഖരനാണ് വടക്കേക്കരയിലെ സ്ഥാനാർത്ഥി. ഈ പറഞ്ഞതിനോട് പ്രാധാന്യം. ഈ എല്ലാവരും കരുതുന്നത് ധനപാലനെ മാറ്റിയിട്ട് ചന്ദ്രശേഖരൻ വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പഴയ ചരിത്രം പറയും. അപ്പം ആ ലീഡർ അന്ന് പറയാണ്, തോമസ് വേറെ ബെനിബനുണ്ട്, വേറെ പേര് വേണ്ട, ചന്ദ്രശേഖരനാണ് വടക്കേക്കര സ്ഥാനാർത്ഥി എന്ന് പറയാണ്. അതായത് മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വടക്കേക്കര, ചാലക്കുടി തുടങ്ങിയ മണ്ഡലങ്ങളിൽ ലീഡ് കിട്ടിയപ്പോൾ വടക്കേക്കര നിയോജക മണ്ഡലത്തിലെ അടുത്ത തവണ ഇലക്ഷന് UDF സ്ഥാനാർത്ഥി ചന്ദ്രശേഖരനായാലും മതി. അവിടെ ലീഡ് കിട്ടുന്നതല്ല, മറ്റു സ്ഥലങ്ങളിൽ ലീഡ് കിട്ടും. അത് അല്ല, വടക്കേക്കര എന്നും പുറകിൽ നിൽക്കുന്നൊരു സ്ഥലമാണ്, എവിടെ സ്ഥിരമായി തോക്കുന്നൊരു സ്ഥലമാണ്. നമ്മുടെ UDF എല്ലാ സ്ഥാനത്തും അവിടെ തോന്നിട്ടുണ്ട്. അപ്പം അവിടെ 56,000 വോട്ടിന് ഭൂരിപക്ഷം എന്ന് അനൗൺസ് ചെയ്യുമ്പോഴുള്ള ലീഡറുടെ ഫസ്റ്റ് കമൻ്റാണ് വടക്കേക്കരയിലെ സ്ഥാനാർത്ഥി ചന്ദ്രശേഖരൻ. അപ്പം DC പ്രസിഡന്റാണ് തോമസ് മാഷ്. DC പ്രസിഡന്റോട് പറയാണ്. അപ്പം ലീഡറുടെ മനസ്സിൽ അന്നേ എൻ്റെ സ്ഥാനാർത്ഥിത്വം വടക്കേക്കരയിൽ വരികയാണ്. ഞാൻ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. പക്ഷേ അപ്പം മുതൽ ലീഡറുടെ മനസ്സിൽ കൃത്യമായിട്ട് അതുണ്ട്. പിന്നെ അന്നത്തെ ഒരു സാഹചര്യം, ലീഡർ എന്ന് പറഞ്ഞാൽ അന്നത്തെ ലീഡറിൻ്റെ വാക്കിന് അപ്പീലില്ലാത്തൊരു കാലമാണ്. അപ്പം ആ കാലഘട്ടത്തിൽ ലീഡറിൻ്റെ പറയുന്ന പേരിനാണ് വടക്കേക്കര വരാൻ കഴിയൂ. അതാണ് സ്ഥിതി. പക്ഷേ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പല സീറ്റുകളിലും ചില അട്ടിമറി നടന്നു. അട്ടിമറി നടക്കുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാവില്ലോ. അപ്പോൾ അത് ആന്റണിക്ക് അനുകൂലമായൊരു മൂവാണ്. അപ്പം അവരെ അത് പിടിച്ചെടുക്കേണ്ട ഒരു ഭാഗമായിട്ടാണ്. ലീഡർ അത് വഴങ്ങിയില്ല എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായി? ലീഡറൊക്കെ പറയുന്ന ആൾക്ക് മാത്രമേ അവിടെ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ MP മാർക്കും കൊടുത്തിട്ടുണ്ട്. ലീഡറെ പോലെ ഏറ്റവും സീനിയറായ MP കൊടുക്കാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. പക്ഷേ എങ്കിലും അത് പിടിച്ചെടുത്തു. അപ്പം ലീഡർ തിരിച്ചു പിടിച്ചു എന്നുള്ളത് വാസം നടന്നിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ അതിനുശേഷം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം ഈ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ പ്രവർത്തകരുടെ ഒരു പിന്തുണ എത്രത്തോളമായിരുന്നു? അങ്ങനത്തെ ഒരു സാഹചര്യം പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നോമിനേഷൻ കൊടുക്കണം. അപ്പോൾ അന്നത്തെ ഇലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് ധനപാലനുണ്ടാക്കിയ ഇലക്ഷൻ കമ്മിറ്റിയും ആളുകളുമാണ്. അപ്പോൾ അതിൽ ബ്ലോക്ക് പ്രസിഡന്റ്മാർ സ്വാഭാവികമായി അതിൻ്റെ ആളുകളായി വരും. അന്ന് PB ജോസാണ് ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ, ഇവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റായിരുന്നു. വടക്കേക്കരയിലെ ഇപ്പോൾ ഇവിടെ എല്ലാം റെഡിയാക്കി, പോസ്റ്റ് ധനപാലൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങി, എല്ലാ രീതിയിലും നിൽക്കുന്നു. അപ്പോൾ വടക്കേക്കരയിൽ ഇത് തുടങ്ങണം. അപ്പം നോമിനേഷൻ കൊടുക്കണം. നോമിനേഷൻ കൊടുക്കാനായിട്ട് എവിടെ കൊടുക്കണം? അപ്പം ഞാൻ ജോസിനോട് ചോദിക്കുകയാണ്. അപ്പം ജോസ് പറഞ്ഞ്, ചന്ദ്രശേഖരൻ നമുക്ക് ഇവിടെ പാറക്കടവിൽ കൊടുക്കാം, പാറക്കടവ് ബ്ലോക്ക് ഓഫീസിൽ കൊടുക്കാം. അപ്പോൾ അവിടെ കൊടുക്കണ്ട, ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ ഇതാണല്ലോ എന്ന് പറയുകയാണ്. അപ്പം ഞാൻ ശരി എന്നാൽ എറണാകുളത്ത് ഫിഷറീസ് ഓഫീസിലാണ് അടുത്തൊരു നോമിനേഷൻ കൊടുക്കേണ്ടത്. അപ്പം അന്ന് വടക്കേക്കരയിൽ ഇതൊക്കെയാണെങ്കിലും ഈ ലീഡർ കൂടെ നിൽക്കുന്ന ആളുകൾ അതിശക്തമാണ്. ഈ രണ്ട് ഗ്രൂപ്പ് അതിശക്തമാണ്. അപ്പോൾ ഈ ലീഡറിൻ്റെ ആളെന്ന നിലയിൽ വന്നതോടുകൂടി അവരെല്ലാം വലിയ ആവേശത്തിലാണ്. അപ്പം ഇവിടെ നിന്നുള്ള ആളുകളും തൃപ്പൂണിത്തുറയിൽ നിന്നതിൻ്റെ ആളുകളും എല്ലാം കൂടി DC നടന്ന് ജാതിയായിട്ട് ഫിഷറീസ് ഓഫീസിൽ പോയി. ഫിഷറീസ് ഓഫീസിൽ ചെന്നിട്ട് ഞങ്ങൾ നോമിനേഷൻ കൊടുത്തു. അപ്പം നോമിനേഷൻ കൊടുത്തിട്ട് ഒരു ഒന്നാമത്തെ നിലയില്ല, ഒരു സ്റ്റെപ്പ് താഴേക്ക് ചെല്ലണം. അപ്പോൾ പത്രക്കാരെ ചോദിക്കുന്നത്, എന്താണ് നിങ്ങളുടെ പരിപാടി? ഞാൻ എന്താ വടക്കേക്കരയ്ക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പളിക്കായിട്ട് ചടപടാന്ന് മണ്ടകട്ട് ഇറങ്ങി സ്പീഡിൽ പ്രവർത്തനം തുടങ്ങുന്നൊരു സൂചനയിൽ ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ പോരുവാണ്. അപ്പോൾ അവിടെ നിന്ന് അപ്പോൾ വടക്കേക്കര ഓഫീസിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ ജോസ് കൂടി പറയും, പോകണ്ട, അവിടെ പ്രശ്നമാണെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റില്ലല്ലോ, അപ്പം നമുക്ക് പോകാം, എന്ത് സംഭവിക്കട്ടെ എന്ന്. അപ്പം ഞങ്ങൾ അത്താണിയുള്ള ഓഫീസിലേക്ക് വരുവാണ്. അപ്പോൾ ഇവിടെ ആളുകൾ ചെയ്തിട്ടുണ്ടല്ലോ, ധനപാലനെ കണ്ടതിന് ശേഷം മാത്രം നമുക്ക് പ്രവർത്തനം തുടങ്ങിയാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ചിലരോട് ഫോൺ ചെയ്യണ്ട, ഞാൻ നേരിട്ട് കണ്ടിട്ട്
ബാക്കി കാര്യങ്ങൾ ആലോചിക്കാമെന്ന് പറയുകയാണ്. അപ്പം ഞാനും ജോസും കൂടി ധനവാന്റെ വീട്ടിൽ ചെന്നു. ധനവാന്റെ വീട്ടിൽ ചെന്നപ്പോൾ ധനവാനില്ല, ധനവാന്റെ വൈഫേ ഉള്ളൂ. അപ്പോൾ പുള്ളി നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെടികൾക്കൊക്കെ. അപ്പം ഞങ്ങൾ കണ്ട് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ ധനവാനില്ല. തനിക്ക് വരാനായിട്ട് വരുമ്പോൾ കാറിന് ഡീസൽ അടിക്കാനായിട്ട് പെട്രോൾ പമ്പിൽ കയറും, കുറേ പെട്രോൾ പമ്പിൽ. അപ്പോൾ പെട്ടെന്നൊരു 3-4 ബൈക്കിൽ പിള്ളേർ വന്ന് ഞങ്ങളെ വളഞ്ഞ് ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ച് ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി വിട്ട് ഞങ്ങൾ പോകുന്നു. അപ്പോൾ ജോസ് പറയുന്നല്ല, നമുക്ക് വടക്കേക്കരയ്ക്ക് അല്ല അത്തന്നെ വരണ്ടെന്ന് അപ്പോഴും പുള്ളി പറയണം. അപ്പം അന്നും സാരല്ല, നമുക്ക് എന്തായാലും ഫേസ് ചെയ്യാമെന്നല്ല, ഇവിടെ വന്ന് ഇവിടെ പ്രോബ്ലങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് ഈ കാമ്പോയുടെ പുറകിലൊരു വീട് എടുത്തിട്ട് അവിടെ താമസം തുടങ്ങി. അപ്പോൾ അങ്ങനെ പ്രവർത്തനം വരുന്നത്. അപ്പോൾ ഈ ധനവാന്റെ പോസ്റ്ററും ബാനറും നിറഞ്ഞു നിൽക്കുക. ഞാൻ ഈ പോസ്റ്ററും ബാനറും എന്തെങ്കിലും ചെയ്താൽ അതൊരു വിഷയവും. അപ്പോൾ യാതൊന്നും ചെയ്യണ്ട എന്ന് ആണ് നമ്മുടെ ആദ്യം നിർദ്ദേശം. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ അത്താണിയിൽ ഇറങ്ങണ്ടെന്നാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ ജോസിൻ്റെ ഇവരുടെയൊക്കെ അപ്പോൾ അവിടെ ഇറങ്ങണ്ടായെന്ന്. അപ്പോൾ ഞങ്ങൾ ഏതായാലും പ്രവർത്തനം തുടങ്ങണമല്ലോ. ഞങ്ങൾ കടകൾ കയറാൻ തീരുമാനിച്ചു. ഓരോ മണ്ഡലങ്ങളിലാണെങ്കിൽ ഇപ്പോൾ വടക്കേക്കര മണ്ഡലത്തിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കടകൾക്ക് കയറി ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ ഒരു മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിൻ്റെ അവിടെ വന്ന് ആടുകളുടെയൊക്കെ കയറി ആളുകൾ ഇത് പറയുന്നതിൻ്റെ ഇടയിൽ ഒരു ജീപ്പ് അവിടെ വന്നു. ആ ജീപ്പിലവിടെ ആ ജീപ്പിൽ നിന്ന് ആളുകൾ ഇറങ്ങി. എന്നോട് അതിലൊരാൾ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നതിനിടയിൽ എൻ്റെ ഷർട്ട് പിടിച്ച് എന്നെ തല്ലി. അപ്പോൾ അവിടെ ഒരു മടല് കിടപ്പുണ്ട്, അത് പിടിച്ചെന്നെ അടിച്ച്. അപ്പോൾ അവിടെ സീറ്റ് തൊഴിലാളികളുണ്ട്, അവർക്ക് പെട്ടെന്ന് ഇടപെട്ട് പിന്നെ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകാതെ ഇത് ചെയ്തു. അപ്പം എൻ്റെ ഷർട്ടൊക്കെ കീറി ഉടൻ പത്രക്കാരൊക്കെ എത്തി. അപ്പോൾ ഇതാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാമൂഹ്യ വിരുദ്ധരാണ് വന്ന ആളുകളെ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കൊക്കെ അറിയാം, എങ്കിലും ഇത് സാമൂഹ്യ വിരുദ്ധരാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. ആ സാമൂഹ്യ വിരുദ്ധരാണ് പറഞ്ഞത് തന്നെ എനിക്ക് വലിയ ഗുണം ചെയ്തു. കാരണം നമ്മൾ അങ്ങനെ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കാതിരുന്നത് കൊണ്ട് അതൊരു സപ്പോർട്ട് കിട്ടുന്നൊരു സ്ഥിതിയായി. എന്നുവെച്ചാൽ ഞങ്ങൾ പിന്നെ ഒരു മഠത്തിലൊക്കെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ കന്യാസ്ത്രീകളൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞതിനെ പറ്റി അവർ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഇത് ചെയ്തു. അപ്പം അങ്ങനെ ഞങ്ങൾ കടകളൊക്കെ കയറി ഇങ്ങനെ വരുമ്പോൾ കയറി പിന്നെ ഈ സംഭവങ്ങളുണ്ട്. അവരോട് ഒരു 5-6 ബൈക്കിൽ ചെറുപ്പക്കാർ എത്തി. പിന്നെ ഞങ്ങൾക്ക് എസ്കോർട്ടായിട്ട് ഈ ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഈ അടിയുണ്ടായത് ഒരു ഭയങ്കര ഭാഗ്യം പോലെയായി. പിന്നീട് ട്രെൻഡാക്കി മാറി. പിന്നെ ഈ പോസ്റ്ററും ബാനറും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ നിമിഷത്തിനുള്ളിൽ സംഭവം മാറുകയും ഉടൻ തന്നെ നമ്മുടെ ഇതെല്ലാം വരികയും ചെയ്തു. പിന്നെ അതങ്ങോട്ട് നിറഞ്ഞു. പിന്നെ ഒരു വളരെ വ്യത്യസ്തമായ മുഖം. ഈ നമ്മളതുവരെയും പോസ്റ്ററും ബാനറൊക്കെ മാറ്റാൻ ഭയപ്പെട്ടിരുന്നെങ്കിൽ ഇത് പ്രവർത്തകർ തന്നെ ഇത് മാറ്റി പുതിയത് ഒട്ടിക്കാനും പിടിക്കാനൊക്കെ രംഗത്തിറങ്ങി. പിന്നെ അതോടുകൂടി ഒരു ട്രെൻഡ് ടോട്ടലായിട്ട് മാറുക. അങ്ങനെ മാറി. അപ്പോൾ ഈ വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇപ്പോൾ സമയമില്ല. ഈ എന്ത് ചെയ്യണം വെച്ചാൽ പരമാവധി സ്പീഡിൽ കാര്യങ്ങൾ പോവുക. അപ്പം ഈ നിങ്ങൾ ആദ്യം ചോദിച്ചാൽ ജയം തോൽവി ചിന്തിക്കാൻ സമയമില്ല. ജയം തോൽവിയുടെ പ്രശ്നമല്ല. നമ്മൾ വന്നു നമ്മുടെ വർക്ക് പെർഫെക്റ്റായി ചെയ്യുക എന്നാണ്. അതിന് ഒരു നിമിഷം കളയാതെ ചെയ്യുക. അതിലൊരു പ്രത്യേകം. ഇപ്പം ഞങ്ങളിവിടെ അന്ന് ഏക്കാരാണ് പലയിടത്തും മണ്ഡലം പ്രസിഡന്റ്മാർ. ഇവിടുത്തെ പ്രസിഡന്റ് പി വൈ വർഗീസാണ്. പി വൈ വർഗീസ് അദ്ദേഹം ഒരു ശരിക്കും ഇപ്പോൾ ധനവാനിലെ ഇലക്ഷന് വേണ്ടി സജീവമായ രംഗത്തിറങ്ങിയൊരു കക്ഷിയാണ്.
പക്ഷെ പാർട്ടി തീരുമാനം വന്നതോടുകൂടി അതേ സ്പിരിറ്റിൽ തന്നെ അദ്ദേഹം എനിക്ക് വേണ്ടി രംഗത്തിറങ്ങിയെന്ന് മാത്രമല്ല. അപ്പോൾ PYയുടെ വീട് ഞാൻ എടുത്ത വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഒരു കാലത്ത് ഒരു 5 മണിക്ക് വീട്ടിൽ ഹാജരായി ഞങ്ങൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഭാഗത്തുള്ള കോളനികൾ വീടുകളിലെല്ലാം പോകും. അപ്പോൾ പരിപാടി ഔദ്യോഗികമായി തുടങ്ങുന്നതിന് മുൻപുള്ള അതിരാവിലെയുള്ള പരിപാടിയാണ്. അപ്പോൾ ആ രാവിലെ അങ്ങനെ ഓരോ മിനിറ്റ് കളയാതെയും PY വാരിയസിൻ്റെ ഒരു ഇതിൽ ഈ നെടുമ്പാശ്ശേരിയിലുള്ള കോളനികളും ആളുകളും ഇതെല്ലാം ഈ രാവിലെ അങ്ങോട്ട് തീർക്കും. അത് കഴിഞ്ഞിട്ട് 8 മണിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഔദ്യോഗിക പരിപാടികളും കാര്യങ്ങളുമായിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും കറങ്ങി ഇത് ചെയ്തു. അത് കഴിഞ്ഞ് സാധാരണ ഇതിൽ ചെയ്തിട്ടുണ്ടല്ലോ വീട്, ഇപ്പോൾ കടകൾ, പിന്നെ സ്ഥാപനങ്ങൾ, പള്ളികൾ, മറ്റ് അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും കഴിയുന്നത്തെ സ്പീഡിൽ കവർ ചെയ്തു. പിന്നെ സമയം വളരെ കുറവ്, പിന്നെ പര്യടനം മാത്രമേ ഉള്ളൂ. സാധാരണ മറ്റു പല കാര്യങ്ങളും ചെയ്യാനുള്ള സമയം നമുക്കില്ല. അപ്പം ആ ഇതിൽ പര്യടനത്തിന് പരമാവധി പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതായിരുന്നു. പര്യടനത്തിന് വാസ്തവത്തിൽ വളരെ ഒരു ആവേശകരമായ ഒരു ട്രെൻഡ് എനിക്ക് ഫീൽ ചെയ്തു. എല്ലായിടത്തും നമ്മൾ കാണാനും ഇത് ചെയ്യാനുമുള്ള ആളുകൾ ഇതെല്ലാം ജാസ്തി ഉണ്ടായിരുന്നു. ഈ ഗ്രൂപ്പ്, അതിൻ്റെ ഇടയിൽ ഗ്രൂപ്പ് യോഗങ്ങളും കാര്യങ്ങളൊക്കെ പലയിടത്തും നടക്കണമെന്ന് അറിയാം നമുക്ക്. അപ്പോൾ അറിയാമെങ്കിൽ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടി പോവുകയും ചെയ്യും. പക്ഷെ അതൊന്നും നമ്മൾ കണക്കാക്കാറില്ല. അങ്ങനെ ഇത് ചെയ്തുവെങ്കിലും ചെയ്തു. അങ്ങനെ പര്യടനം ഇത് ചെയ്തു. പര്യടനത്തിൽ മൂത്തുകുന്നത്താണ് അന്ന് ലീഡർ വരുമ്പോൾ ഞാൻ കുന്തുകരയിൽ പര്യടനത്തിലാണ്. അപ്പം എനിക്ക് സാധാരണ ഇതിൽ ഇവർ വരുമ്പോഴത്തേക്കും നമ്മളവിടെ പോകണം. ലീഡർ വരുന്ന സമയത്ത് നമ്മളവിടെ എത്തിയത് എന്നുള്ളത് അതിൻ്റെ ഒരു ഇതാണ്. അപ്പം ഞാൻ ലീഡറെ വിളിച്ച് പറഞ്ഞു, ലീഡറെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പര്യടനം പൂർത്തിയാക്കാനായിട്ട് സമയമില്ല, വേറൊരു സമയം കിട്ടുകയില്ല, അതുകൊണ്ട് അപ്പോൾ എന്നെ ഒന്ന് ഒഴിവാക്കണം. വളരെ സന്തോഷത്തോടുകൂടി അതിനെ മറ്റു തരത്തിൽ നെഗറ്റീവായൊന്നും കാണാതെ അത് നമുക്ക് സാങ്ഷൻ തന്നു. സാധാരണ നമ്മളങ്ങനെ ചെയ്യില്ല. അപ്പോൾ ലീഡറെ നമ്മളോടുള്ളൊരു സ്നേഹവും കരുതലും ഒക്കെ ഉള്ളത് കൊണ്ട് പുള്ളി അതൊരു തെറ്റായിട്ട് കണ്ടില്ല. അപ്പം നമുക്ക് അങ്ങനെ ലീഡറെ ആ പര്യടനം പൂർത്തിയാക്കിയത്. അങ്ങനെ പര്യടനം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വളരെ നല്ല ഒരു ഫീൽ ഉണ്ടായത്. അത് കഴിഞ്ഞ് പറവൂര് സ്കൂൾ കൗണ്ടിങ് തുടങ്ങി സ്വാഭാവികം അതിനാദ്യം തുടങ്ങുന്നത് ഈ വടക്കേക്കര ചിറ്റാട്ടുകര ഭാഗത്തുനിന്ന്. സ്വാഭാവികമായും CPM മുൻപുള്ള ഏരിയ. അപ്പോൾ അവര് ലീഡ് ചെയ്തുവെങ്കിലും അത്ര കഠിനമായ ലീഡായില്ല. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുന്തോറും ക്രമേണ ലീഡ് കുറഞ്ഞുകൊണ്ടിരുന്നു. അവിടുന്ന് പുത്തുമേലിക്കര, കുന്നുകര, അങ്ങനെ തുടങ്ങി പാറക്കടവ്, ചെങ്ങമനാട്, നെടുമ്പാശ്ശേരിയിലേക്ക് കിടക്കുമ്പോൾ ലീഡ് ആയി, നമുക്ക് അനുകൂലമായ ലീഡായി. ഒരു നെടുമ്പാശ്ശേരി പൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി. അന്നതൊരു ശരാശരി 350-400 വോട്ടിന് ഷാനവാസ് തോറ്റിരുന്ന സമയത്ത് അന്ന് ഇത് കിട്ടി. പിന്നെ വാസ്തവത്തിൽ ഒരു പക്ഷേ CPMന്റെ ഒരു വിഭാഗീയതയും കൂടി തുണിച്ചിരിക്കാം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു മറ്റൊരു വശമാണ്. ഇപ്പം ഇപ്പം ഈ പറയുന്ന കോൺഗ്രസിലുള്ള മാത്രമല്ല ഗ്രൂപ്പ് ഒരു മറ്റൊരു ഇടയിലുണ്ട്. അതിൻ്റെ ഒരു പിന്തുണ ആ കാലഘട്ടത്തിലുണ്ടാവും. പിന്നെ രാജീവായിരുന്നു അന്നത്തെ സ്ഥാനാർത്ഥി. രാജീവിന് അന്നത്തെ ഒരു സാഹചര്യം കുറെ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. കാരണം പുള്ളി SFIയുടെ സംസ്ഥാന പ്രസിഡന്റായ ആ കാലഘട്ടത്തിലാണ് കൊല്ലം SN കോളേജിൽ ശ്രീനാരായണ പ്രതിമ SFI തകർത്തിട്ടുണ്ട്. അന്ന് ഒരു
കോട്ടയം ഭാഗത്തുള്ളൊരു കോളേജിൽ സമരം നടന്നു. അപ്പം അവിടെ BJP-ക്കാർ പിള്ളേരെ ജയിച്ചു. അപ്പം BJP-ക്കാരും SFI-ക്കാരും തമ്മിൽ വളരെ സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഭയങ്കര അടിയൊന്ന് രക്ഷപ്പെടാനായിട്ട് പിള്ളേര് കായലിലേക്ക് ചാടി. അവർ നീന്തുന്ന പിള്ളേര് കല്ലെറിഞ്ഞു. 3 പേര് മരിച്ചു. അതിനൊക്കെ ഇദ്ദേഹം നേരിട്ട് പങ്കെടുത്തില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വം സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ SFI-യുടെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ബാധിച്ച് കാണാം. നമ്മൾ അതിന് വലിയ പ്രചരണം കൊടുത്തില്ല. പക്ഷെ ആ കാലത്തെ ട്രെൻഡ് അതായിരുന്നു. ഈ രാജീവിന്റെ അന്നത്തെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഫസ്റ്റ്. യുവജന നേതാവ് എന്ന നിലയിൽ വരുമ്പോൾ തന്നെ വലിയൊരു ഇതുണ്ട്. പക്ഷെ അതിന് എനിക്ക് തോന്നുന്നു അന്ന് ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ ഈ സംഭവങ്ങൾ അന്ന് SFI-യുടെ ഒരു ക്രൂരതയ്ക്ക് ഇതായിരുന്നു. ഈ കല്ലെറിഞ്ഞ കുട്ടികൾ മരിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യം ചിലപ്പോൾ അതൊക്കെ ബാധിച്ച് കാണാം. പിന്നെ അന്ന് തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഒരു പ്രധാന ഘടകങ്ങളായിട്ട് പറയാവുന്നത് ഇതൊക്കെയാണോ? ഇത്തരം കാര്യങ്ങളൊക്കെയാണോ അത് നമുക്ക് അനുകൂലമായിട്ട് മാറിയതായിട്ട്? ഏറ്റവും അനുകൂലമായി വന്നത് ഇത്. പിന്നെ ലീഡറുടെ ഒരു മാനേജ്മെന്റ് ഉണ്ടല്ലോ. ലീഡർ പല തരത്തിലും ആളുകളുമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. പല ഭാഗത്തു നിന്നുള്ള പിന്തുണയും കാര്യങ്ങളൊക്കെ ഇത് ചെയ്തിരുന്നു. അപ്പൊ അതിലുണ്ട്. പിന്നെ ഈ നമ്മുടെ ആ ഒരു അറ്റാക്ക് വാസ്തവത്തിൽ ഭയങ്കര ഒരു ചേഞ്ച്, നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു അന്തരീക്ഷം തന്നെ മാറ്റിക്കളയാൻ വലിയ പങ്ക് വഹിച്ചു. ഈ ജയിച്ചതിന് ശേഷം ലീഡർ എന്താണ് പറഞ്ഞത്? ലീഡർ അപ്പോ ആദ്യം അന്നത്തെ തിരുവനന്തപുരത്തേക്ക് പോകുക. അപ്പോൾ നേരെ എയർപോർട്ടിൽ വരാൻ പറയുന്നു. എയർപോർട്ടിലേക്ക് വന്നപ്പോൾ അന്ന് മറ്റേ രാധാകൃഷ്ണനുണ്ട്, ഞങ്ങൾ കൂടി ഇവിടുന്ന് എയർപോർട്ടിൽ ചെന്നിട്ട് അവിടുന്ന് ലീഡർ ഒരുമിച്ചാണ് പോകുന്നത്. ചാലക്കുടിയല്ല, ഇപ്പൊ നമ്മുടെ മാള. അദ്ദേഹം ലീഡർ അന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ജയിച്ച ആളുകളാ. ഈ ലീഡർ ആദ്യമായിട്ട് കണ്ടപ്പോ എന്തായിരുന്നു പറഞ്ഞത്? അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നല്ല. അത് വെച്ചാൽ ലീഡർക്ക് അത് ഒരു ജയിക്കുമെന്നുള്ളൊരു ഇതാണ്. പുള്ളിയുടെ വളരെ ഇതാണ്. ഇപ്പൊ ഞങ്ങള് ആ ട്രെൻഡിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ലീഡറെ പോയി ഞാൻ സ്ഥാനാർത്ഥിയായി പ്രശ്നങ്ങൾക്ക് നിൽക്കുന്ന മധ്യത്തിൽ പത്രക്കാർ ലീഡറോട് ചോദിക്കുന്നുണ്ട് ചന്ദ്രശേഖരൻ ജയിക്കുമെന്ന്. ലീഡറോട് ചന്ദ്രശേഖരൻ ലീഡർ എന്നത്തെ പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രശേഖരൻ പാട്ടുപാടി ജയിക്കുന്നു. പാട്ടുപാടി ജയിക്കുന്ന മനോരമയിൽ അന്നത്തെ ഒരു എന്നെ തൊട്ടില് ഒരു കൊച്ചു കിടക്കുകയാണ്. അത് തൊട്ടുകൾ കണ്ട് ചന്ദ്രശേഖരൻ പാട്ടുപാടി ജയിക്കുന്നുണ്ട് തൊട്ടിൽ. പിന്നെ മറ്റൊരു കാര്യമുണ്ട്. ഈ ഞങ്ങൾ 3 പേരുടെ ഒരു സ്ഥാനാർത്ഥി, ഞങ്ങളിപ്പോൾ 140 പേരുടെ ഇടയിൽ സ്ഥാനാർത്ഥിയായി വന്നെന്ന് വെച്ചാൽ ഞങ്ങൾ ചെറിയ ഒരു സ്റ്റാമ്പ് സൈസ് ഫോട്ടോ പത്രത്തിൽ വരുമെന്നുള്ളതേ ഉള്ളൂ, ഇല്ലേ? പക്ഷെ ഇത് വലിയൊരു പബ്ലിസിറ്റി കിട്ടി. എല്ലാ പത്രങ്ങളെയും ഫ്രണ്ട് പേജിൽ ഞങ്ങൾ 3 പേരാണ്, ഇല്ലേ? അതായത് മാലയത്ത് സരളാദേവി, AD മുസ്തഫ, ഞാൻ. അപ്പൊ ഞങ്ങൾ 3 പേര്, ഈ 3 പേര് മാത്രമാണ് മെയിൻ ഹെഡിങ് ആണത്. അപ്പൊ അതിനൊരു വലിയ പബ്ലിസിറ്റി ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് കിട്ടുന്ന മറ്റേ ഇപ്പൊ ആദ്യം കുറെ പബ്ലിസിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു എങ്കിൽ അതിന്റെ ഡബിൾ പബ്ലിസിറ്റി വാസ്തവത്തിൽ ഈ ഒറ്റ ഇതുകൊണ്ട് കിട്ടി. ചന്ദ്രശേഖരൻ ആരെ എന്നുള്ളത് ഒരു സംസാര വിഷയമായില്ലേ? ഇപ്പൊ പോലെ സംസാര വിഷയമുണ്ട്. ഇപ്പൊ നമ്മൾ കാണുമ്പോഴും പഴയ ചരിത്രം പറഞ്ഞ് നമ്മുടെ ഇത് ചെയ്യുന്നത്. അപ്പൊ അന്നത്തെ ആളുകളുടെ ഇടയിൽ പെട്ടെന്ന് മനസ്സിലേക്ക് പതിയാനായിട്ട് ഇത് ഇടവരുത്തി എന്നുള്ള മറ്റൊരു സത്യമാണ്. ഈ ജയിച്ചതിന് ശേഷം KP ധനപാലനെ പിന്നീട് കണ്ടായിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? KP അതിന്റെ ഇടയിൽ കാണുന്നുണ്ട്. ജയിക്കുന്നതിന് മുമ്പ്, അതായത് പ്രചരണഘട്ടത്തിൽ കാണുന്നുണ്ട്. പ്രചരണഘട്ടത്തിൽ ഇലക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇലക്ഷൻ ആ കാലത്ത് മഴയുടെ ടൈമാണ്. ഞാൻ ചെല്ലുന്ന ഒരു സ്ഥലത്ത് മഴ പെയ്തിട്ടില്ല. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് പിൻപ് മഴ പെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രചരണ പരിപാടിക്കൊന്നും മഴ തടസ്സമായില്ല.
എൻ്റെ പ്രചരണം, എൻ്റെ റിസൾട്ട് അറിഞ്ഞ് ഞങ്ങൾ കുറേ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അപ്പോൾ അതൊരു ഭയങ്കര ഉത്സവം വരെയായി. കാരണം അത് ആദ്യമായിട്ട് ഒരാൾ ജയിക്കുകയല്ലേ. അവിടെ ഗ്രൂപ്പിലോ മണ്ണാങ്കട്ടയിലോ ഒന്നുമില്ല, ജനങ്ങളും. അപ്പോൾ UDF അതിൻ്റെ മുഴുവനാണ്. നമ്മുടെ എന്താണ് നമ്മുടെ സിനിമ സലീംകുമാർ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടില് ഡാൻസ് ചെയ്തു. നമ്മുടെ സിനിമ നടൻ സിനിമ പുള്ളി ഒരു കോൺഗ്രസ്മാൻ കക്ഷി കൂടിയാണ്. പുള്ളി അന്ന് പ്രചരണത്തിനുണ്ടായിരുന്നു. പ്രചരണത്തിന് ഈ ജയിച്ചിട്ടുള്ള വണ്ടിയുടെ മുമ്പിൽ പുള്ളി തുള്ളാനായിട്ടുണ്ടായിരുന്നു. പുള്ളി പറയില്ല, പുള്ളി മനോരമയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയൊരു ഇതായിരുന്നു. ലീഡറായിട്ടുള്ള സൗഹൃദം എങ്ങനെയായിരുന്നു തുടക്കമിട്ടത്? ലീഡർ ആദ്യകാലം മുതലേ തന്നെ ഞാൻ പോളിക്കായിട്ടുള്ള ഒരു ഇതില് സ്വാഭാവികമായ ലീഡറോട് അടുത്ത് വരുന്ന സാഹചര്യമായിരുന്നു. ഏത് വർഷം? അല്ല, അത് 70 കാലഘട്ടം. അത് കൂട്ടണ്ട. ആ കാലഘട്ടത്തിൽ അടുത്ത സമ്പർക്കം വന്നില്ല. ഞാനും ലീഡറുടെ ഗ്രൂപ്പുകാരനാണ് എന്നുള്ള ലെവലിലേ വന്നിട്ടുള്ളൂ. ശരിക്ക് വരുന്നത് വയലാർ രവി മത്സരിക്കുന്ന വർഷം ഏതാണ്? 1991. ആ കാലഘട്ടത്തിലെ ഉള്ള ഒരു തെരഞ്ഞെടുപ്പില് അത് തൃപ്പൂണിത്തുറയിലെ ഞങ്ങളുടെ ഒരു സാമ്രാജ്യമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് മറ്റൊരാൾ വരുമായിരുന്നില്ല. അപ്പൊ അന്നത്തെ ഒരു വലിയ ഒരു എറണാകുളം ജില്ലയില് നിന്നുള്ള ഏതാണ്ട് 99% അയപക്ഷത്ത് കിട്ടുന്നതാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ അന്ന് 7 മണ്ഡലങ്ങളിൽ 7 APC മണ്ഡലങ്ങളിൽ ഇലക്ഷൻ നടത്തിയില്ല. അതിലൊന്ന് തൃപ്പൂണിത്തുറയായിരുന്നു. അപ്പൊ സ്വാഭാവികം എനിക്ക് KPCC മത്സരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് ഒരു വലിയ ദയനീയമായ ഒരു സംഭവമായിരുന്നു. കാരണം അതിന് തമിഴ്നാട്ടിൽ നിന്നുള്ള റിട്ടേണിംഗ് ഓഫീസർ ഞങ്ങളുടെ ഇത് എടുക്കുക പോലും ചെയ്തില്ല, ഈ 7 മണ്ഡലങ്ങൾ. അതുപോലെ വേറെ കുറേ മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കാതെ പോയി. അപ്പോൾ അങ്ങനെ നടക്കാതെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് നമുക്ക് റോളിൽ അത് വരുവാണ്. അത് കഴിഞ്ഞ് വയലാർ രവി പ്രസിഡന്റായി കഴിഞ്ഞതിന് ശേഷവും ഈ തൃപ്പൂണിത്തുറയിലെ ബ്ലോക്ക് പ്രസിഡന്റും ഇതൊക്കെ ആയിട്ട് വേറെ ആളുകളെ നിയമിച്ചു. ഞാൻ പൂർണ്ണമായി ഔട്ടായി. അപ്പം ഔട്ടായി എനിക്ക് റോളിൽ അത് വന്നു. അപ്പം അങ്ങനെ ഒരു ദിവസം തോമസ് മാഷ വീട്ടിലെ വേറൊരു കാര്യത്തിന് ചെല്ലുമ്പോൾ അവിടെ വെച്ച് ഈ DCC ഭാരവാഹികളായിട്ടുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യാനായിട്ട് എഴുതി കൊണ്ടുവന്നതെന്ന് കുഞ്ഞച്ചൻ തോമസ് മാഷ് എടുത്ത് വായിക്കും. അത് ആ ലിസ്റ്റിൽ ഞാനില്ല. അപ്പൊ അതെനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. അപ്പൊ അന്ന് ലീഡർ പത്മജൻ വീട്ടിലുണ്ട്. അപ്പൊ അവിടുന്ന് തോമസ് മാഷും ഞാനും KP ബാബുവും എല്ലാം കൂടി ലീഡറെ വീട്ടിൽ ചെന്നു. അപ്പൊ ലീഡറെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും തോമസ് മാഷ് അപ്പൊ ഡൽഹിക്ക് പോകാനായിട്ട് റെഡി ആയി നിൽക്കാം. അപ്പൊ തോമസ് മാഷ് പറയും, ചന്ദ്രശേഖരൻ ഇങ്ങനെ വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ്, പുള്ളിയുടെ ഇങ്ങനെ ഒന്നും ഇല്ലാതെ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് പറയുകയാണ്. അപ്പോൾ ലീഡർ ചന്ദ്രശേഖരനെ കൂടി നോമിനേറ്റ് ചെയ്യാനായിട്ട് നിർദ്ദേശം കൊടുത്തു. അപ്പൊ ആ ഒരു നിർദ്ദേശത്തില് ആണ് ഞാൻ DC സെക്രട്ടറിയായിട്ട് ആദ്യം വരുന്നത്. അവിടെയാണ് ഒരു 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 ടേണിംഗ് പോയിന്റ്. അന്ന് മുതൽ പിന്നീട് ലീഡറുമായിട്ട് കൂടുതൽ അടുപ്പത്തിലേക്കും. ലീഡർക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലീഡർക്ക് ഡയറക്റ്റ് ലിങ്ക് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. അപ്പൊ അങ്ങനെ ഒരു ഡയറക്റ്റ് ലിങ്കിലേക്ക് വരുവാനും അങ്ങനെ ഒരു ബന്ധം ശക്തിപ്പെടാനായിട്ട് വന്നത് ഈ ഞാൻ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ്. അതോടുകൂടി പിന്നെ പുള്ളിയുടെ പ്രത്യേക പരിഗണനയിൽ വരുന്ന സാഹചര്യമായി. ഈ ലീഡറായിട്ടുള്ള ഒരു സൗഹൃദത്തിന്റെ പേരിൽ നമ്മള് വേറെ ഒരു ശത്രുത നമുക്ക് പാർട്ടിയിൽ നിന്ന് നേരിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു.
അത് ഒരു പരിധിയിൽ അത് ഇതിൽ ഗ്രൂപ്പ് ഇതിലുണ്ടല്ലോ, അത് സ്വാഭാവികം. ആത്മഹത്യ എനിക്ക് അതായത് ഗ്രൂപ്പ് കൊണ്ട് ഇതാണെന്ന് പറയാൻ പറ്റില്ല. ഓരോ സാഹചര്യങ്ങളിലല്ലേ ഇപ്പൊ അതിന് ഞങ്ങളൊരു തെറ്റായിട്ട് കാണുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഈ ഓരോ മത്സരങ്ങളിലെ നമുക്കിപ്പോ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് സീറ്റുകൾ കിട്ടാനോ അത് ശ്രമിക്കും. അതിൽ ചിലത് കിട്ടും, ചിലത് കിട്ടില്ല എന്ന് വരും. അതൊരു വൈരാഗ്യത്തിന്റെ പേരിലല്ല. അതിപ്പോ അവര് നമ്മൾ ഒഴിവാക്കിയാലും നമ്മൾ അവർ ഒഴിവാക്കിയാലും അത് ഇതിന്റെ ഒരു ഈ സംവിധാനത്തിന്റെ ഭാഗമാണ്. അത് നമ്മൾ വഴക്കായി കണക്കാക്കേണ്ട യാതൊരു കാര്യമില്ല. വഴക്കായി കണക്കാന്ന് ശരിയല്ല. ഈ 2006 താങ്കൾ രണ്ടാമതും വടക്കേക്കരയിൽ നിന്ന് മത്സരിച്ചപ്പോ എന്തുകൊണ്ടാണ് പിന്നീട് ആ ജയം ആവർത്തിക്കാൻ സാധിച്ചത്? ആ കാലഘട്ടത്തിലെ ഐ ഗ്രൂപ്പിനെ തകർക്കണം എന്നുള്ള കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ആ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് എല്ലാ ഭാഗത്തും അതിപ്പോ എറണാകുളം ജില്ലയിൽ തന്നെ, എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം 10-25,000 വോട്ടിന് തോൽക്കുണ്ടായി. അതിൽ ഏറ്റവും കുറഞ്ഞ വോട്ടിൽ തോറ്റത് ഞാനാണ്. ഏത് മാർക്സിസ്റ്റ് കോട്ടയിൽ നിന്ന് ഏറ്റവും കുറവ് വോട്ട്. ഇപ്പോ കോതമംഗലം, പെരുമ്പാവൂര്, അങ്കമാലി കോൺഗ്രസിന്റെ കുത്തക സീറ്റുകളുണ്ട്. അവിടെയെല്ലാം കോൺഗ്രസ് തോറ്റു. ആ ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ്. അതൊരു കൃത്യമായ കാലപാടിന്റെ കാലഘട്ടമാണ്. അതോടൊപ്പം എന്റെ ഇവിടെ തന്നെയാണെങ്കിൽ എന്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രധാന ഭാരവാഹികൾ പോലും എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല. ചിലർ വോട്ട് ചെയ്യാതിരുന്നു. ഈ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് DIC രൂപീകരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ 2005. അത് 2006 UDF പല സ്ഥാനാർത്ഥികളെയും പിന്നീട് ബാധിച്ചതായിട്ട്. സ്വാഭാവികമായും ആ DC രൂപീകരിച്ചതിന് ശേഷം DIC-ക്കാരെ എല്ലാം തോൽപ്പിക്കണം കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. DIC-ക്കാര് മാത്രമല്ല, ലീഡറോട് ബന്ധപ്പെടുന്ന ആളിലെല്ലാം അത് അപ്പുറത്തേക്കും ഉണ്ടാവും. അതിപ്പോ ഏകപക്ഷീയം എന്ന് പറയാൻ കഴിയില്ല. അതില് അന്ന് ഒരു കാലുവാലിന്റെ ഒരു തെരഞ്ഞെടുപ്പ് അത് നടന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരപ്പെടുന്നു. അത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലക്കാർ പോലും വോട്ട് ചെയ്യുകയും സഹകരിക്കുകയും ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ പലയിടത്തും. നമ്മുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ വോട്ട് ചെയ്യാതെ വന്നിട്ടുണ്ട്, അതുപോലെ എതിരായി ഇത് ചെയ്തിട്ടുണ്ട്. അതിപ്പോ ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ലീഡറോട് അങ്ങേയറ്റം രോഷാകുലരായിരുന്ന ആളുകളാണ് ഒരു ഭാഗം. അത് രണ്ട് ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചു. അപ്പൊ ആ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇത് തീർക്കുന്ന വൈരാഗികൾ തീർക്കുന്ന ഒരു രംഗമായിരുന്നു. പിന്നെ അത്രമാത്രം അകന്നു പോയിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം അകന്നു പോയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഉമ്മൻചാണ്ടിയുടെ സ്ഥാനത്ത് ആന്റണി ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. DC പോലും ഉണ്ടാകുമായിരുന്നില്ല. DC പോലും ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഒത്തിരി ഈ DIC പാർട്ടി രൂപീകരിച്ച് അധികം താമസിയാതെ തന്നെ അത് പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിരിച്ച് വെച്ചാല് അത് കരുണാകരൻ അതില് ഇതായിരുന്നു, അസംതൃപ്തനായിരുന്നു. ഈ പാർട്ടി അങ്ങനെ ഒരു പുള്ളി പല ഘട്ടത്തിലും, അതായത് അന്ന് ഞങ്ങൾക്ക് 28 MLA കൂടെ നിൽക്കുമ്പോൾ ഞങ്ങൾ പിറക്കാൻ തീരുമാനിച്ചു. അതിന്റെ എറണാകുളത്ത് വലിയൊരു സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ എല്ലാ MLA-മാരും സ്റ്റേജില് ഹാജരായി. അപ്പോൾ നാഷണൽ ലെവലിലുള്ള പത്രങ്ങളും വിദേശത്തുനിന്നുള്ള പത്രങ്ങളും വന്ന് പാർട്ടി പിളർക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ലീഡർക്ക് വലിയ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് പിളർന്നിരുന്നുവെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് കർണാടകന്റെ ആയിമാറുമായിരുന്നു. കാരണം അന്ന് നമ്മുടെ ഈ VS ആണല്ലോ ഏറ്റവും കൂടുതൽ DC ചേരനെ എതിർത്ത്. അന്ന് VS പറഞ്ഞിരുന്നത് ഈ ഞങ്ങളുടെ വോട്ട് ഫിക്സഡ്, ഞങ്ങളുടെ MLA-മാർ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെന്നാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ഇതാണെന്നാണ് അന്ന് പറയുന്നത്. പക്ഷെ ലീഡർ അപ്പോൾ ബില്ലിങ് ആയിരുന്നില്ല, പുള്ളിക്ക് കോൺഗ്രസ് വിടാനായിട്ട് ഇതുണ്ടായിരുന്നില്ല. അങ്ങനെ 2 ഘട്ടത്തിന് ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വേറെ 2 ഘട്ടത്തിലും.
ആ ഘട്ടത്തിലെല്ലാം ലീഡർ അവസാന നിമിഷം പിളർപ്പിൽ നിന്ന് ഒഴിവാക്കും. ആ ഒഴിവാകാതെ ആ സമയത്ത് നിങ്ങൾ അന്ന് ഞങ്ങളുടെ കൂടെ, ഞങ്ങൾക്ക് ലാസ്റ്റ് 7 എംഎൽഎമാരുള്ളൂ, 28 എംഎൽഎമാരുള്ളത് ഉണ്ടായിരുന്നു. 78 എംഎൽഎമാർ സ്റ്റേജിൽ വന്നതാണ്. അപ്പൊ ആ പിളർപ്പിന്റെ ഇത് എനിക്ക് അന്ന് മാർക്സിസ്റ്റ് പാർട്ടി 100 കൈയാലെ സമ്മതിക്കും ഐക്യത്തിന്. ഭരണം പിടിക്കാലോ സ്വാഭാവികമായി. അത് വേറൊരു രാഷ്ട്രീയമാണ്. അത് പിന്നെ ആകാത്തതിന്റെ കാര്യത്തെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ കാലഘട്ടത്തിൽ ഇപ്പം വെച്ചാൽ ഈ സ്റ്റെപ്പ് എടുക്കുന്നത് ആ ടൈമിങ് തെറ്റിപ്പോയി.